നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എൻക്ലോസ്ഡ് ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് എൽ. ഈ ഒരു ബോക്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു V0 when mod x is greater than or equal to L/2 and V of x is equal to 0 when x is in between minus L/2 and plus L/2. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഫിഗറിൽ മോഡ് എക്സ് L/2നേക്കാളും കൂടുതലാവുന്ന സമയത്ത്, അപ്പോൾ ഇവിടെ നോക്കിയാൽ മോഡ് എക്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിലും മോഡ് എക്സ് എന്ന് പറയുമ്പം ഇത് L/2 ആണ് വരിക. ഈ ഒരു സൈഡിൽ ഇതും L/2 ആണ് വരിക. അപ്പോൾ ഈ മോഡ് എക്സ് L/2നേക്കാളും കൂടുതൽ എന്ന് പറയുമ്പം ഈ ഒരു റീജിയനും ഈ ഒരു റീജിയനുമാണ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു രണ്ട് റീജിയനിലും പൊട്ടൻഷ്യൽ V0 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റീജിയൻ 1 and 3 പൊട്ടൻഷ്യൽ V0 ആണ്. when the x is in between minus L/2 and plus L/2, x L/2ൻ്റെയും മൈനസ് L/2ൻ്റെ ഇടയിൽ എന്ന് പറയുമ്പം ദിസ് റീജിയൻ 2 ആണ് പറയുന്നത്. ഇപ്പം ടോട്ടൽ ലെങ്ത്ത് L ആണ്. ഇത് നമ്മൾ മീൻ 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് L/2 ഉണ്ടാവും, ഇങ്ങോട്ട് L/2 ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണ്. 1 and 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റീജിയൻ ഔട്ട്സൈഡ് ദ ബോക്സ്. നമ്മളൊരു ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോക്സിൻ്റെ പുറത്താണ് റീജിയൻ 1ഉം 3ഉം. റീജിയൻ 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ബോക്സ്. ഇൻസൈഡ് ദ ബോക്സിൽ ആ പാർട്ടിക്കിളിൻ്റെ മേലെ ദർ ഈസ് നോ ഫോഴ്സ് ആക്ട് ഓൺ ദ പാർട്ടിക്കിൾ, ഹെൻസ് ദ പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ എസ് 0. ആ പാർട്ടിക്കിളിൻ്റെ മേലെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ഫ്രീ പാർട്ടിക്കിളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞതുപോലെ അവിടെ നമ്മൾ പൊട്ടൻഷ്യൽ 0 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇനി നമ്മൾ ഈ 3 റീജിയൻ്റെയും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് റീജിയൻ 1 and 3 ആണ്. അതായത് വെൻ മോഡ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L/2. മോഡ് എക്സ് L/2നേക്കാളും കൂടുതൽ അല്ലെങ്കിൽ L/2ന് ഈക്വൽ ആവുന്ന സമയത്ത് അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്കറിയാം, U∬x is equal to -2m/h² ഇൻറ്റു E മൈനസ് V of x ഇൻറ്റു U of x ആണ്. നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ക്യാൻ റൈറ്റ് 2m/h² V മൈനസ് എക്സ് V of x മൈനസ് E ഇൻറ്റു U of x വരും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ്, അതായത് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L/2 ആകുമ്പം V of x is equal to V0. അപ്പോൾ നമ്മൾ V0 എന്നുള്ളത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് U∬x is equal to 2m/h² ഇൻറ്റു V0 മൈനസ് E ഇൻറ്റു U of x എന്ന് വരും. ഇതിൽ ഈ ഒരു 2m/h² ഇൻറ്റു V0 മൈനസ് ഇക്ക് നമ്മൾ ക്യാപിറ്റൽ K² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ത് വരും? U∬x മൈനസ് K² U of x is equal to 0 എന്ന് വരും. ആൻഡ് ഇറ്റ് ഈസ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ റീജിയൻസ് ഔട്ട്സൈഡ് ദ ബോക്സ്. ആ ഒരു ബോക്സിൻ്റെ പുറത്തുള്ള റീജിയനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷനാണിത്. ഇനി നമ്മൾ ഇൻസൈഡ് ദ ബോക്സ് എന്താണെന്ന് നോക്കാം. ദ കണ്ടീഷൻ ഈസ് മോഡ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു L/2 ആണ്. നമ്മൾ മോഡ് എക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്, എക്സ് അല്ല. മോഡ് എക്സ് L/2നേക്കാളും ചെറുതാവുക എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ എക്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ പോയിൻ്റ് ഇൻസൈഡ് ദ ബോക്സ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് V of x is equal to 0 ആണ്. V of x equal to 0 എന്ന വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? U∬x is equal to 2m/h² E ഇൻറ്റു U of x എന്ന് വരും. ഇതിൽ നമ്മൾ 2me റീജിയൻ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ U∬x മൈനസ്
കെ സ്ക്വയർ യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. വേർ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2me/h ക്രോസ് സ്ക്വയർ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഒന്ന് ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്, രണ്ടാമത്തത് ഇൻസൈഡ് ദ ബോക്സ് ആണ്. പക്ഷേ ഔട്ട്സൈഡ് ദ ബോക്സ് തന്നെ നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു ബോക്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ റീജിയൻ 1 ഉണ്ട്, റീജിയൻ 3 ഉണ്ട്. അപ്പോൾ റീജിയൻ 2ൻ്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. അതായത് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ തന്നെയാണ് വരിക. റീജിയൻ 1നും 3ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനാണിത്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2, അതായത് റീജിയൻ 1 ആൻഡ് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ എക്സ് പ്ലസ് ബി ഇ റൈസ് ടു കെ എക്സ് ആണ്. രണ്ടാമത്തെ തേർഡ് ഇക്വേഷൻ്റെ, അതായത് ഇൻസൈഡ് ദ ബോക്സ് റീജിയൻ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് യു 2 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ് പ്ലസ് ഡി ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ് ആണ്. അല്ല, ഇവിടെ ഇ റൈസ് ടു ഐ കെ എക്സ് ആണ്, മൈനസ് ഇല്ല. സി ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ് പ്ലസ് ഡി ഇ റൈസ് ടു ഐ കെ എക്സ് ആണ് വരുന്നത്. ഇനി ഇതിൽ ഫസ്റ്റ് പറഞ്ഞ ഈ സൊല്യൂഷൻ ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ബോത്ത് റീജിയൻ 1 ആൻഡ് 3. പക്ഷെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റീജിയൻ 1 ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്തിലേക്കാണ് പോകുന്നത്? എക്സ് ഈസ് അപ്രോച്ചസ് മൈനസ് ഇൻഫിനിറ്റി. എക്സ് മൈനസ് ഇൻഫിനിറ്റി ആവുകയാണ് ചെയ്യുന്നത്. റീജിയൻ 3യിലാണെങ്കിൽ എക്സ് ഈസ് അപ്രോച്ചസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റീജിയൻ 1 കൺസിഡർ ചെയ്യാം. റീജിയൻ 1ൽ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. എക്സ് മൈനസ് ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് നമ്മുടെ സൊല്യൂഷനിൽ നമ്മൾ എക്സിന് മൈനസ് ഇൻഫിനിറ്റി, ഈ ഒരു സൊല്യൂഷനിൽ എക്സിന് മൈനസ് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ആണ് വരിക. അതിന് നമുക്ക് പ്ലസ് ഇൻഫിനിറ്റി എന്നെഴുതാം. പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു കെ എക്സ്. അപ്പോൾ കെ ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റിന് നമുക്ക് മൈനസ് ഇൻഫിനിറ്റി എന്ന് എഴുതാം, ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. ഇതിൽ നമുക്ക് കിട്ടുന്നത് സൊല്യൂഷൻ എന്താണ് കിട്ടുന്നത്? എ ഇൻറ്റു ഇ റൈസ് ടു ഇൻഫിനിറ്റി പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. ഇതിൽ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ ഈ ഒരു ടേം ഇ റൈസ് ടു ഇൻഫിനിറ്റി ആണ് എന്തായിട്ട് മാറുക? ഇൻഫിനിറ്റി ആയിട്ട് മാറുക. അപ്പോൾ ഈ ഒരു ടേം ഇൻഫൈനൈറ്റ് ആവും, ഈ ഒരു ടേം ഈക്വൽ ടു 0 ആയിരിക്കും, ഓർ ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ഇത് ഇൻഫൈനൈറ്റ് ആയിരിക്കും, ഇത് ഫൈനൈറ്റ് ആയിരിക്കും. വെൻ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, എക്സ് മൈനസ് ഇൻഫിനിറ്റി ആവും തോറും ഫസ്റ്റ് ടേം ഇൻഫൈനൈറ്റ് ആവും, സെക്കൻഡ് ടേം ആയിരിക്കും ഫൈനൈറ്റ് ആവുക. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേവ് ഫങ്ഷൻ യു ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ ഫസ്റ്റ് ടേം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമിന് 0 ആയി പോവണം. അതുകൊണ്ട് അവിടെ എ എന്ന് പറഞ്ഞ ഒരു കോഎഫിഷ്യൻറ്റ്, എ ഉള്ള ടേം 0 ആയിട്ട് മാറണം. അതാണ് നമ്മളിവിടെ പറയുന്നത്. നൗ വെൻ എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, when x tends to minus infinity, the first term, that is e raised to minus kx, tends to infinity. Therefore, for the finiteness of u of x everywhere, we requires that a equal to 0 in region 1. region 1ൽ a എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് അവിടുത്തെ സൊല്യൂഷൻ എന്തായിട്ട് മാറും? u1 of x is equal to b e raised to kx എന്ന് വരും.
ആ ഒരു റീജിയന് നമ്മൾ mod x ഇല്ലാണ്ട് റെപ്രസ് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്കതിനെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -L/2 എന്ന് എഴുതാം. മോഡില്ലാതെ എഴുതുമ്പോൾ. ഇനി നമ്മൾ നെക്സ്റ്റ് റീജിയൻ 3 എടുക്കാം. റീജിയൻ 3യിൽ എക്സ് എന്താവാ ചെയ്യുന്നത്? എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. എക്സ് ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് നമ്മൾ ആ ഇക്വേഷനിൽ കൊടുത്താൽ a ഇൻറ്റു e⁻∞ പ്ലസ് b ഇൻറ്റു e⁻∞ ആണ് നമുക്ക് കിട്ടുക. ഈ ഒരു ഇൻഫിനിറ്റി വരുന്ന സമയത്ത് ഇതിൽ ഈ ടേമാണ് എന്തായിട്ട് മാറുക? ഇൻഫൈനൈറ്റ് ആയിട്ട് മാറുക. ഈ ടേം ഇറ്റ് വിൽ ടെൻസ് ടു ഫൈനൈറ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ വെൻ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ദ ഫസ്റ്റ് ടേം approaches a finite value but the second terms is going to an infinite value. അതുകൊണ്ട് തന്നെ റീജിയൻ 3യിൽ when x tends to infinity we have the coefficient b equal to 0. b 0 ആയിരിക്കും. b should be equal to 0. Therefore for the region 3 the wave function will be u3 of x is equal to a into e⁻⁻kx. u1 of x നമുക്കിവിടെ ഉണ്ട്. u3 of x u2 of x നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 റീജിയനിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫങ്ഷൻസിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മളൊരു പാർട്ടിക്കിൾ ഒരു ബോക്സിലുള്ള ഒരു 1 ഡയമെൻഷനൽ ബോക്സിലുള്ള ഒരു പാർട്ടിക്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത്ത് L ആണെന്ന് പറഞ്ഞു. ആ ഒരു ഔട്ട്സൈഡ് ദ റീജിയൻ 2 റീജിയൻ ഉണ്ട്. അതായത് ലെഫ്റ്റിലേക്കൊരു റീജിയനും റൈറ്റിലേക്കൊരു റീജിയൻ ഉണ്ട്. ലെഫ്റ്റിലുള്ളത് റീജിയൻ 1 എന്ന് കൊടുത്തു. ഇൻസൈഡ് ദ ബോക്സ് റീജിയൻ 2 ആയിട്ടെടുത്തു. ഔട്ട്സൈഡ് ദ ബോക്സ് റീജിയൻ 3 ആയിട്ടെടുത്തു. ഇവിടെ നമ്മൾ 3 ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് വേണം. പക്ഷെ 1നും 3നും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സെയിം ആണ് റീജിയൻ 2ൽ. കാരണം അവിടെ പൊട്ടൻഷ്യൽ സിമിലർ ആയതുകൊണ്ട് റീജിയൻ 2ൽ നമ്മൾ വേറൊരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതിൻ്റെ 3ൻ്റെയും സൊല്യൂഷൻസ് കൺസിഡർ ചെയ്തു. അതിൽ നിന്നും 3 വേവ് ഫങ്ഷൻസ് ഉണ്ടാക്കിയെടുത്തു. u1 of x കിട്ടി. u2 of x നമുക്ക് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. u2 of x തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തും കിട്ടി? u3 of x കിട്ടി. ഇങ്ങനെ നമുക്ക് 3 വേവ് ഫങ്ഷൻസ് കിട്ടി. പക്ഷെ നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ബോക്സ്. ആ ഒരു പാർട്ടിക്കിൾ ഈ ബോക്സിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ വേവ് ഫങ്ഷൻ ഔട്ട്സൈഡ് ദ ബോക്സ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് u1 of x u3 of x എന്തായിരിക്കണം? 0 ആയിരിക്കണം. u1 of x u3 of x 0 ആവണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വരണം? e⁻kx ഫസ്റ്റ് ഇക്വേഷനിൽ, അതായത് u1 of xൽ ഈ e⁻kx എന്തായിരിക്കണം? e⁻∞ ആവണം. e⁻kx അതായത് ഈ ഒരു ഇക്വേഷനിൽ ഇപ്പം നമ്മൾ ഇത് 0 ആവണം. ഇത് 0 ആവണമെങ്കിൽ ഇവിടെയുള്ള ഈ e⁻kx എന്താവണം? e⁻∞ ആവണം. അവിടെ ഓൾറെഡി x എന്ന് പറയുന്നത് -∞ ആണ്. അപ്പോൾ അവിടെ നമുക്ക് e⁻k ഇൻറ്റു -∞ ആണ് വരിക. അപ്പോൾ നമുക്ക് ഈ കേക്ക് വീണ്ടും ഒരു വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. k ഷുഡ് ബി പോസിറ്റീവ്. ഇതേപോലെ നമ്മൾ തേർഡിൻ്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ a ഇൻറ്റു -kx ആണ്. അപ്പോൾ നമ്മൾ -kx നോക്കിയാൽ ഇവിടെയും നമുക്ക് e⁻∞ കിട്ടണം. പക്ഷെ അവിടെ x എന്ന് പറയുന്നത് എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ x ഈസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമുക്ക് e⁻k ഇൻറ്റു ഇൻഫിനിറ്റി ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് kക്ക് ഒരു പോസിറ്റീവ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് e⁻∞ കിട്ടൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിന്ന്, അതായത് u1 of x ഈക്വൽ ടു 0 ആവണമെങ്കിലും u3 of x 0 ആവണമെങ്കിലും നമുക്കവിടെ e⁻∞ ആണ് വരേണ്ടത്. e⁻∞ വരണമെങ്കിൽ k ഷുഡ് ബി ഈക്വൽ ടു പോസിറ്റീവ് വാല്യൂ. ആൻഡ് ഹിയർ the k is satisfied only if k is plus infinity. നമ്മൾ kനെ പ്ലസ് ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. k പ്ലസ് ഇൻഫിനിറ്റി ആവണമെങ്കിൽ k എന്ന് പറയുന്നത് 2m/h² v0 മൈനസ് e ആണ്. അപ്പോൾ അവിടെ k പ്ലസ് ഇൻഫിനിറ്റി കിട്ടണമെങ്കിൽ v0യും എന്തായിരിക്കണം? പ്ലസ് ഇൻഫൈനൈറ്റ് ആയിരിക്കണം.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു കണ്ടീഷൻസ് കംപ്ലീറ്റ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് കെ പോസിറ്റീവ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് കിട്ടുന്ന കണ്ടീഷനാണ് കെ എന്ന് പറയുന്നത് പ്ലസ് ഇൻഫിനിറ്റി ആണ്. കെ പ്ലസ് ഇൻഫിനിറ്റി ആവണമെങ്കിൽ V0 എന്നത് എന്തായിരിക്കണം, പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കണം. അപ്പോൾ നമുക്ക് V0ൻ്റെ വാല്യൂ കിട്ടി. അതായത് ഔട്ട്സൈഡ് ദ ബോക്സ് പൊട്ടൻഷ്യൽ എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ, നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഫസ്റ്റ് എഴുതിയ ഈ ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് V0ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതാം. ആൻഡ് ഇറ്റ് ഈസ് ദ ഇക്വേഷൻ. ഇതാണ് V of x is equal to 0 when mod x is less than or equal to L/2 and V of x is equal to plus infinity when mod x is greater than or equal to L/2. ഇത് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ V0 ആയിരുന്നു എഴുതിയത്, പക്ഷെ ഇപ്പം നമുക്ക് V0 ഇൻഫിനിറ്റി ആണെന്ന് കിട്ടി. അത് കൊടുത്തിട്ട് പൊട്ടൻഷ്യൽ റെപ്രസെൻറ്റിങ് എ ബോക്സ് ഓഫ് വിഡ്ത്ത് L, ഇതാണ് അതിൻ്റെ കറക്റ്റ് പിക്ചർ. നമ്മൾ നേരത്തെ V0 എന്നതിന് പകരം V0ക്ക് ഇൻഫിനിറ്റി വാല്യൂ കിട്ടിയപ്പോൾ നമ്മളവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ഇതിൽ U of x എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. ഫൈനൈറ്റ് മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് എവരിവെയർ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റീജിയൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് റീജിയൻ, ഇതാണ് തേർഡ് റീജിയൻ. അപ്പോൾ ഇത് ഈ ഒരു പോയിന്റിൽ, അതാണ് ഇതിൻ്റെ ബൗണ്ടറി, ഈ ഫസ്റ്റ് റീജിയൻ്റെയും സെക്കൻഡ് റീജിയൻ്റെയും ബൗണ്ടറി ഇതാണ്. ഈ ഒരു ബൗണ്ടറിയിൽ ഇതിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് U of x എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. നമുക്കറിയാം U1 of x എന്ന് പറയുന്നത് U1 of x ഓർ ഈ ഒരു പോയിന്റിലാണ്, അതായത് U1 of minus L/2 എന്ന് പറയുന്നത് അത് U1 of x 0 ആണെന്ന് നമുക്കറിയാം. ഈ U1 of minus L/2 എന്തിന് ഈക്വലൻ്റ് ആയിരിക്കണം, U2 of minus L/2ന് ഈക്വലൻ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റൂ. അതായത് ഇവിടെയുള്ള U1 of xും ഇവിടെയുള്ള U2 of xും ഈക്വൽ ആയിരിക്കണം. പക്ഷേ U1 of minus L/2 എന്ന് പറയുന്നത് 0 ആണ്. കാരണം അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി, 0 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. U1 of x എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് U1 of minus L/2 എന്ന് 0 കൊടുത്താൽ നമുക്ക് എന്തും കിട്ടും, U2 of minus L/2 ഷുഡ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ ഈ റീജിയൻ, അതായത് റീജിയൻ 2ൻ്റെയും റീജിയൻ 3ൻ്റെയും ബൗണ്ടറി നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, U2 of L/2 ഷുഡ് ബി ഈക്വൽ ടു U3 of L/2. അതായത് ഈ ഒരു ബൗണ്ടറിയിലുള്ള വേവ് ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കണം, എന്നാലേ നമുക്കതിനെ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ U2 of L/2 ഷുഡ് ബി ഈക്വൽ ടു U3 of L/2. U3 of L/2 എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. കാരണം U3 of x 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. പാർട്ടിക്കിൾ ഈസ് ഇൻസൈഡ് ദ ബോക്സ്, പാർട്ടിക്കിൾ ബോക്സിനുള്ളിലാണ്, അതുകൊണ്ട് U3 of x 0 ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് U2 of L/2നെയും എന്താക്കി എഴുതാം, 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, the continuity of the wave function at the boundaries between region 2 and region 1 and region 3 requires that U2 of minus L/2 equal to U1 of minus L/2 equal to 0 and U2 of L/2 equal to U3 of L/2 equal to 0. അപ്പോൾ നമുക്കിനി U2 of minus L/2 കാണാം. നമ്മൾ U2 of x കണ്ടിട്ടുണ്ട്, അതിൽ എക്സിന് മൈനസ് L/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു ഇക്വേഷനാണ് പറയുന്നത്. ഇക്വേഷൻ നമ്പർ കൊടുത്തിട്ടില്ല, U2 of x ആണ്. ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ എക്സിന് മൈനസ് L/2 കൊടുത്താൽ ഈ ഫസ്റ്റ് ടേം എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. ഇതിൽ മൈനസ് ഇല്ല കേട്ടോ, IKX ആണ് വരുന്നത്. അവിടെ നമ്മൾ മൈനസ് L/2 കൊടുക്കുമ്പം അത് മൈനസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും,
we have u2 of minus L by 2 equal to c into e raised to ik L by 2 plus d into e raised to minus ik L by 2 equal to 0. ഇനി നമ്മൾ u2 of L by 2 കാണാം. അവിടെ എക്സിന് L by 2 കൊടുക്കുമ്പോൾ മൈനസ് ik എക്സ് മൈനസ് ik L by 2 ആവും. ഇവിടെ ik L by 2 ആവും. and it is equal to 0. ഇത് രണ്ട് എന്ന് പറയുന്നത് it is a set of two algebraic equations in variable c and d. സിയിലും ഡിയിലും ഉള്ള രണ്ട് algebraic equations ആണ്. ഈ ഇക്വേഷൻസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. ഈ രണ്ട് ഇക്വേഷൻസും എക്സിസ്റ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷനാണ് അതിൻ്റെ സി ആൻഡ് ഡി ആണ് ഇതിലെ വേരിയബിൾസ്. ആ സിയുടെയും ഡിയിൻ്റെയും കോഎഫിഷ്യൻറ്റിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആവണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലുള്ള കോഎഫിഷ്യൻസ് ഏതൊക്കെയാണ്? ഇ റൈസ് ടു ik L by 2 ഉണ്ട്, ഇ റൈസ് ടു മൈനസ് ik L by 2. അപ്പോൾ ഫസ്റ്റ് രണ്ടാമത്തത് ഇ റൈസ് ടു മൈനസ് LK L by 2, ഇ റൈസ് ടു ik L by 2. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇ റൈസ് ടു ik L by 2 ഇൻറ്റു ഇ റൈസ് ടു LK by 2 മൈനസ് ഇ റൈസ് ടു മൈനസ് ik L by 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ik L by 2. നമുക്ക് എന്ത് കിട്ടും? ഇ റൈസ് ടു 2 ik L by 2 മൈനസ് ഇ റൈസ് ടു മൈനസ് 2 ik L by 2 ഈക്വൽ ടു 0 എന്ന് വരും. 2ഉം 2ഉം ക്യാൻസൽ ആകുമ്പം IKL മൈനസ് ഇ റൈസ് ടു മൈനസ് IKL വരും. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കോസ് കെ എല്ലും ക്യാൻസൽ ആവും. പിന്നെ അവിടെ ഐ സൈൻ കെ എൽ പ്ലസ് ഐ സൈൻ കെ എൽ ആണ്. 2i സൈൻ കെ എൽ എന്ന് കിട്ടും. അതിൽ നിന്നും നമുക്ക് സൈൻ കെ എൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഈ രണ്ട് സൊല്യൂഷൻസും ഈ രണ്ട് ഇക്വേഷൻസും എക്സിസ്റ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് സൈൻ കെ എൽ ഈക്വൽ ടു 0 ആയിരിക്കണം. സൈൻ കെ എൽ 0 ആവണമെങ്കിൽ കെ ഷുഡ് ബി ഈക്വൽ ടു n പൈ ബൈ എൽ. കാരണം സൈൻ n പൈൻ്റെ വാല്യൂ ആണ് 0 ആവുക. അപ്പോൾ ഇവിടെ കെ എൽ ആണ്, സൈൻ കെ എൽ ആണ്. കെക്ക് n പൈ ബൈ എൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് സൈൻ n പൈ ആവുക. അപ്പോൾ കെ ഈക്വൽ ടു n പൈ ബൈ എൽ, വേർ n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര ടു ഇൻഫിനിറ്റി.